ത്രേതാപുരിയുടെ സൈനിക ബലത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ പിന്തിരിഞ്ഞോടിയ വീരസിംഹന്റെ സേനയെ പിന്തുടർന്ന് ആക്രമിക്കാൻ ഭഗീരഥൻ ഉത്തരവിട്ടു. എന്നാൽ അയാൾ അറിഞ്ഞിരുന്നില്ല അത് വീരസിംഹൻ ഒരുക്കിയ ഒരു കെണിയാണെന്ന്. ഭഗീരഥന്റെ നിർദ്ദേശപ്രകാരം തൻ്റെ സൈനികർ വീരസിംഹന്റെ സേനയുടെ പിന്നാലെ പുറപ്പെട്ടു. ഇപ്പോൾ ഭഗീരഥനും തൻ്റെ സൈന്യത്തിൻ്റെ ഏതാണ്ട് 25% സൈനികരും മാത്രമാണ് രാജ്യ അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ സമയം ഇരുവശങ്ങളിലൂടെ വീരസിംഹന്റെ മറ്റൊരു സൈനിക വ്യൂഹം ഇവർക്ക് നേരെ ആക്രമണം അഴിച്ചുവിട്ടു. ഇത്തരമൊരു നീക്കം ഭഗീരഥൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. ഞൊടിയിടയിലായിരുന്നു വീരസിംഹന്റെ ആക്രമണം. ഇപ്പോൾ ഭഗീരഥന്റെ സേനയുടെ ഏതാണ്ട് 3 ഇരട്ടി വലിപ്പമുള്ള സേനയാണ് വീരസിംഹനോടൊപ്പമുള്ളത്. ശക്തിയേറിയ പോരാട്ടമാണ് അവിടെ ഉണ്ടായത്. മിന്നൽ വേഗത്തിൽ വീരസിംഹന്റെ സൈന്യം ത്രേതാപുരിക്കുമേൽ ഇരച്ചു കയറിയതിനാൽ തന്നെ അസ്ത്രങ്ങൾ കൊണ്ടുള്ള ചെറുത്തുനിൽപ്പിന് അവർക്ക് ഒട്ടും സമയം കിട്ടിയില്ല. ഏതാനും നാഴികകൾ നീണ്ടുനിന്ന യുദ്ധത്തിനൊടുവിൽ വീരസിംഹന്റെ സേന വിജയം കൈവരിച്ചു. താൻ ശപഥം ചെയ്തത് പ്രകാരം വീരസിംഹൻ ഭഗീരഥന്റെ തലയെടുത്ത് പ്രതികാരം പൂർത്തിയാക്കി. ഇതേ സമയം ഇതൊന്നും അറിയാതെ വീരസിംഹന്റെ സേനയെ പിന്തുടർന്നു പോയ ത്രേതാപുരിയുടെ വലിയ സൈന്യത്തിന് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക? ശരിക്കും പറഞ്ഞാൽ അവരുടെ അവസ്ഥയായിരുന്നു ഇതിലും പരിതാപകരം. അവർക്കായി വീരസിംഹൻ ഒരുക്കി വച്ചിരുന്നത് ഇതിലും വലിയ ഒരു കെണിയായിരുന്നു.